ഹലോ ഗീസ് ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോയുടെ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ രാധികാമ്മ പയ്യെ രഞ്ജുവിൻ്റെ മുറിയിലോട്ട് ചെല്ലുവാണ്. അതെല്ലാം നമ്മുടെ ഗീതു മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. മുറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് രഞ്ജു കളിയാക്കി ചോദിക്കുന്നുണ്ട്, ആ വീട് കൂടെയുള്ള താമസം എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയുടെ ആവി എന്തായാലും ഇല്ല, അച്ഛൻ്റെ ആ വീട് കൂടെ ആയിരിക്കുമല്ലേ താമസിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് രാധികാമ്മ നൈസായിട്ട് ചോദിക്കുവാണ്, ഞാനും എനിക്കും ഗോവിന്ദനും മാത്രം അറിയാവുന്ന നിൻ്റെ ജന്മരഹസ്യം വിജയലക്ഷ്മിയായിട്ടുള്ള രഹസ്യം ഗീതുവിന് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ടോ. അപ്പോൾ പെട്ടെന്ന് ഗീതു വാതിൽ തുറന്ന് അകത്തോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുകയാണ്, അപ്പം നിനക്കും അറിയാവോ രഞ്ജു? അപ്പോൾ എന്താ കാര്യം, എന്താ നിങ്ങൾ തമ്മിലുള്ള രഹസ്യം? ഞാനത് രാധികാമ്മയോട് ചോദിച്ചോളാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്ക് രാധികാമ്മ അവർക്ക് ടെൻഷൻ ആവുകയാണ്, ഇവർക്ക് ഇത് അറിയാനും പാടില്ലായിരുന്നോ എന്നുള്ള ഇതിൽ. അപ്പോൾ രഞ്ജുവിനും മനസ്സിലാവുകയാണ് കേട്ടോ രാധികാമ്മയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടേ പറയുന്നത്. അപ്പോൾ രഞ്ജു പറയുകയാണ്, എന്നോടൊന്നും ചോദിക്കണ്ട, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ കണ്ണേട്ടനോട് ചോദിച്ചു, എനിക്കൊന്നും അറിയാനും പാടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഗീതു പറയണം, അതേ രാധികാമ്മയോട് ചോദിച്ചാൽ രാധികാമ്മ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. ആ സമയം നമ്മുടെ വരുൺ അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരുൺ ഇത് രാധികാമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് പയ്യെ അവിടെ ചെല്ലുവാണ്. അപ്പോഴേക്കും രാധികാമ്മ ചോദിക്കുക, നിനക്ക് എന്താ അറിയണ്ടേ? ഇനിയിപ്പോൾ നീ പറയുന്നതെല്ലാം കേൾക്കണമല്ലോ, പാവ തുള്ളുന്ന പോലെ തുള്ളേണ്ട അവസ്ഥയാണല്ലോ എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും വരും പറയാം, ഞാനിവൾ പറയുന്നൊന്നും കേൾക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറയാൻ, കേൾക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല, നിങ്ങൾ കേട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഞാനത് കാണിക്കേണ്ടവരെ കാണിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന വരുൺ ഞെട്ടുവാണ്. വരുൺ പറയാണ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു പറയാം, നീ ഒരു അസുരനും ഒരു രാവണനൊക്കെയാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വരുൺ എല്ലാ തല കുനിച്ച് നിന്ന് കേൾക്കുവാണ് കേട്ടോ, ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വരും പറയാം, ഗീതു എന്ന് പറഞ്ഞാലും ഞാൻ കേട്ടോളാം എന്നുള്ള രീതി പറയുമ്പം, എടാ ബുദ്ധിമാനെ രാവണ എന്ന് വിളിക്കും കേട്ടോ ഗീതു. അപ്പോഴേക്കും വരും വിളി കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ഗീതു ഒരു ചിരിയും വരുവാണ്. ഗീതു പറഞ്ഞ്, ഇങ്ങനെ തന്നെ വേണം എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ രാധികാമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, ഞാൻ വിജയലക്ഷ്മിയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ പറയുന്ന ആരെങ്കിലും കാരണോ രഞ്ജുവിൻ്റെ അസുഖത്തെപ്പറ്റി അറിയുകയാണെങ്കിൽ ആ നിമിഷം ഞാനത് കണ്ണേട്ടനെയല്ല ഈ വീഡിയോ ഒക്കെ കാണിക്കാൻ പോകുന്നത്, ഞാനത് സോഷ്യൽ മീഡിയയിലോട്ട് ഇടും എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന വരുന്ന രാധികാമ്മയെ ഞെട്ടുവാണ്. കാരണം കണ്ണനെ കാണിക്കുന്നതിലും കൂടുതൽ പ്രശ്നമാവും ഇത് പുറത്തു പോയാലെന്ന് അവർക്കറിയാം. അപ്പോഴേക്കും അവരിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് കേട്ടോ. ഗീതു വന്നിട്ട് അവിടുന്ന് പോവാണ്. ഹോസ്പിറ്റലിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഗീതു പോവാണ്. ആ സമയത്ത് നമ്മുടെ വരുണോട് രാധികാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാനെന്ത് പറയാനാ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞൊക്കെ തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക് കൂടുതൽ പ്രശ്നമാവണ്ടെന്ന് ഓർത്താൽ അവൾ പറഞ്ഞൊക്കെ ഞാൻ അനുസരിച്ചെന്ന് കള്ളം പറഞ്ഞിട്ട് വരുൺ അവിടുന്ന് മുങ്ങുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ഗീതു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ അജാസ് എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് കേട്ടോ ഗോവിന്ദ്. അപ്പം പറയും, അജാസിന് വേറെ എന്തോ വർക്കുണ്ട്, ഇപ്പം വരുമല്ല എന്ന് പറഞ്ഞ് ഗീതു സ്കൂട്ടറിനാണ് പോകുന്നതെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, സ്കൂട്ടറിൽ പോകണ്ട, നീ വെയിറ്റ് ചെയ്യാൻ, ഞാൻ നിന്നെ കാറിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞാൻ ഈ സ്കൂട്ടറിൽ പൊക്കോളാം എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം മുകളിൽ നിന്ന് രാധികാമ്മ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്താലും ഗോവിന്ദ് വിടുന്നില്ല, ഇത് സേഫ്റ്റി അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഒന്ന് വിട്ടേ, ഞാൻ പോയിട്ട് വരട്ടെ കണ്ണേട്ടാ, ലേറ്റായെന്നും പറഞ്ഞ് ഗീതു പോവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവൾക്ക് മേടിച്ചു കൊടുത്ത കാർ എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്ത് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ ശരിയാവുകയില്ല, ഇതൊട്ടും സേഫല്ല, ചേതൻ ഗ്രൂപ്പിനെ അവളെ വല്ലതും ചെയ്താലോ എന്നോർത്ത് ഗോവിന്ദ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധികാമ്മയുടെ ഫോൺ ബെല്ലടിക്കുവാണ്. ഫോൺ എടുക്കുമ്പോഴേക്കും രാധികാമ്മനെ വിളിച്ചേക്കുന്ന അനാർക്കലിയാണ് കേട്ടോ. ജയിലിൽ നിന്ന് അനാർക്കലി വിളിച്ചേക്കുവാണ്. അനാർക്കലിയെ വിളിക്കുന്നതെന്ന് കേട്ടതേ രാധികാമ്മ കൂടെ വെപ്രാളപ്പെട്ട് വേർത്ത് കുളിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും രാധികാമ്മയോട് പറയുന്നുണ്ട്, നീ എന്നെ കാണാൻ വേണ്ടി ജയിലിൽ വരണം എന്ന് പറയുമ്പോൾ അനാർക്കലിയോട് രാധികാമ്മ ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ നിന്നെ കാണാൻ വേണ്ടി ജയിലിൽ വരുന്നതെന്ന് ചോദിക്കും. പറയുന്നുണ്ട്, എൻ്റെ ജീവിതം നശിപ്പിച്ച 2 പേരിൽ ഒരാൾ നീയാണ്, അപ്പം നീ ഞാനും തമ്മിൽ കണ്ടുമുട്ടണ്ടേ, അതിൻ്റെ സമയം പണ്ടേ കഴിഞ്ഞു എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും രാധികാമ്മ കൂടെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് അനാർക്കലി പറയുന്നുണ്ട്, ഇത് വാർഡൻ്റെ നമ്പറാണ്, ഈ നമ്പറിലോട്ട് വിളിച്ച് നീ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോന്നേക്കെന്ന് പറഞ്ഞിട്ട് അനാർക്കലി ഫോൺ വെക്കുവാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് രാധികാമ്മ കൂടെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുവാണ്. അപ്പുറം ഇപ്പം ആരെങ്കിലും കാണുന്നുണ്ടോ വിളിച്ചതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിലെ സീനാണ്. അപ്പം നമ്മുടെ ഭദ്രൻ മോനോട് പറയുന്നുണ്ട്, എടാ നിൻ്റെ അമ്മ ഇനിയിപ്പോൾ കൂടിപ്പോയാൽ കുറച്ച് നാളോട് ജീവിക്കുമായിരിക്കും, വിലാസിനി എന്ന് പറയുന്ന ഒരു സഹനടിയല്ലേടാ, അങ്ങനത്തെ ഒരു നായിക ജീവിക്കുന്ന പോലെ മിറാക്കിളൊന്നും ജീവിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടോ. ഇതൊക്കെ കേൾക്കുന്ന മോന് ദേഷ്യം വരുന്നുണ്ട്. മോൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതെന്തായി പറയുന്നതെന്നൊക്കെ ചോദിച്ച് കൂടെ ദേഷ്യപ്പെടുമ്പോൾ പറയുന്നുണ്ട്, എടാ മോനെ വിനോദേ, നിനക്ക് കിട്ടാനുള്ള കാശിൻ്റെ പകുതി ഗോവിന്ദിന് ഇവളെ ചികിത്സിച്ച് കളയുവാന്ന് എൻ്റെ ടെൻഷൻ എന്ന് പറയുമ്പോൾ വിനോദൊന്നും മിണ്ടുന്നില്ല. പക്ഷേ വിനോദിന് കൂടെ ദേഷ്യം വന്ന് നിൽക്കുവാണ് കേട്ടോ. ഇതിനിടയ്ക്കൊക്കെ ഭദ്രൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഭദ്രൻ പറയുന്നുണ്ട്, കാര്യം കടം മേടിച്ചവർ തിരിച്ചു ചോദിക്കാൻ വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഫോൺ ബെല്ലടിക്കുമ്പോൾ എടുക്കുവാണ് കേട്ടോ. ആരാന്ന് ചോദിക്കുമ്പോൾ അനാർക്കലിയാന്ന് പറയുമ്പോൾ ഭദ്രനും ഞെട്ടുവാണ്. ഭദ്രനോടും ഇതേപോലെ തന്നെ പറയും, നീ എന്നെ കാണാൻ വന്നേ പറ്റുള്ളൂ
എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ അനാർക്കലി നിന്നെ കാണാൻ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നീയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ച രണ്ടാമത്തെ ആൾ, നീ രാധികയും കാരണം ഞാനിങ്ങനെ ഈ അവസ്ഥയിലായത്. അറക്കൽ മാധവൻ നായരുടെ പരമ്പര വരെ ഞാൻ നശിപ്പിച്ചു കളയും, നിന്നെ കണ്ടുപിടിക്കുക എന്നുള്ള എൻ്റെ ആവശ്യമാണല്ലോ എന്നൊക്കെ ഭദ്രനോടും പറയുന്നുണ്ടോ. ഭദ്രനും ആകെ പേടിച്ച് കുറച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് വാർഡൻ്റെ നമ്പറിലോട്ട് നീ തിരിച്ച് വിളിച്ചേക്കണം, തിരിച്ച് വിളിച്ച് എന്നാൽ നിനക്ക് വരാൻ പറ്റുന്ന എന്നുള്ള ഡേറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. ഭദ്രനും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. പിന്നെ നമ്മുടെ അനാർക്കലി കൊണ്ട് വാർഡൻ്റെ ഈ ഫോൺ കൊടുക്കുവാണ് കേട്ടോ. ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് 9 മണി വരെ നോക്കാം ഇവരിൽ ആരെങ്കിലും തിരിച്ച് വിളിക്കുന്നുണ്ടോയെന്ന്. ഇവരാരെങ്കിലും തിരിച്ച് വിളിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഈ അനാർക്കലിക്ക് അറിയാമെന്ന് പറയുകയാണ് കേട്ടോ. അത്രയും കാണിച്ചു അനാർക്കലി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.